അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡിസംബർ 6-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് പിള്ളേർ വന്നതുകൊണ്ട് തിരക്കാണ്. എല്ലായിടത്തും പോകലും വരലും വീട്ടുജോലികളും പിള്ളേരോടുള്ള കളിയും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടും. നമുക്ക് സ്വസ്ഥതയായിട്ടിരുന്നൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുകയും ഡബ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരിത് മക്കളുള്ളത് കൊണ്ട്, കുഞ്ഞു മക്കളല്ലേ, അതുള്ളതുകൊണ്ട് പാതിരാത്രിയാവും നമ്മൾ യാത്രകളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഒരല്പം താമസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എൻ്റെ മക്കളും എൻ്റെ ആങ്ങളമാരും എല്ലാവരും ഒരു കേക്കും ഒക്കെ ആയിട്ട് വന്ന് അതൊക്കെ മുറിച്ച് നമ്മുടെ കൊച്ചു സന്തോഷങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ പിന്നെ മക്കൾ ഉമ്മയും ആങ്ങളമാരെയും എല്ലാവരെയും കാണാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, കുഞ്ഞപ്പൻ്റെ എന്താ കുസൃതി നിറഞ്ഞ സംസാരങ്ങളൊക്കെ ഒന്ന് കേൾക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യാതെ ഇത് കണ്ടാൽ നല്ല രസമാണ്. ഓക്കെ, രാവിലെ എണീറ്റ് ഉച്ചക്കെട്ടുമൊക്കെ കെട്ടി ഡ്രസ്സ് ഇപ്പം വാപ്പാപ്പ പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏതോ ഒരെണ്ണം എടുത്തിട്ടതാ. വേണ്ട, പാല് കുടിക്കാൻ വന്ന നിൽക്കുക 3 പേർക്കും. എന്തുതന്നെ ഈ നിനക്ക് അവരവർക്ക് ഇഷ്ടമുള്ള ഓരോ കളറുകൾ അങ്ങ് എടുത്തു. എനിക്കത് ഒഴിക്കട്ടും. അവൻ വഴക്കാളിയായി ആച്ചി കേട്ടോ. ആച്ചി ഭയങ്കര വഴക്കാളിയാ. തണുത്തിട്ട് ഒഴിച്ചു തരാം കേട്ടോ. അച്ചടി മക്കടി, എനിക്ക് ഇത്രയും മതിയെന്ന്. അങ്ങനെ പറ്റത്തില്ലല്ലോ, തണുപ്പിക്കുകയാണല്ലോ. എന്തുവന്നെ എൻ്റെ പൊന്നുമോൻ അതേണ്ട നീ തണുപ്പിക്കുക. ഇച്ചിരിക്കൂടെ ഒന്ന് കേട്ടോ. എൻ്റെ മോൻ്റെ ഹൽക്കിൻ്റെയാ കണ്ട. അവൻ ഹൽക്കിൻ്റെ ആളാ, സനിക്കുട്ടന്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഞാൻ ഹൽക്കിൻ്റെ കളറാ. ഹൽക്ക് ഇച്ചിരി കൂടെ ഡാർക്കാ, അത് വേറെ കാര്യം. കൈയെടുത്ത് അയൺമാൻ. അപ്പോൾ രാവിലെ നമ്മുടെ ഉമ്മക്കുട്ടി എത്തിയിട്ടില്ല, പെൺപിള്ളേരും എഴുന്നേറ്റിട്ടില്ല. ഞാൻ പാല് കാച്ചി മക്കൾക്ക് കൊടുത്ത് ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് കൊടുത്തിട്ട് കുറച്ച് ചപ്പാത്തിക്ക് മാവെല്ലാം അയച്ച് നമ്മുടെ പലകം കുഴലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ തപ്പി നടത്തില്ലേ. അപ്പോൾ കുറച്ച് മുട്ടയൊക്കെ ഞാനങ്ങ് പുഴുങ്ങി വെച്ചു. പിന്നെ ഈ പ്രസ് ഉണ്ടെങ്കിലും എനിക്ക് പ്രസ്സിൽ ഇങ്ങനെ പരത്തിയിട്ട് രണ്ടാമത് അത് മെനക്കേടല്ലേ. അപ്പോൾ അതാണ് എൻ്റെ പലകയ്ക്കകത്ത് തന്നെ ഇതിൽ ഞാൻ എന്തുമാത്രം ചപ്പാത്തിയും പത്തിരിയൊക്കെ പരത്തിയിട്ടുള്ളതാണെന്ന് അറിയാമോ. ഇത് തേക്ക് തടിക്ക് ഞാൻ ഒരാളിനെ കൊണ്ട് ഉണ്ടാക്കിച്ചൊരു പലകയാണ്. ഇത് കാണാതെ കുറേ നടന്നായിരുന്നു, കിട്ടി അവസാനം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ചപ്പാത്തി പരത്തുന്നു, ചുടുന്നു, പരത്തുന്നു, ചുടുന്നു. ഇവിടെ മുട്ട റോസ്റ്റ് ഇത് റെഡിയായി. മുട്ട പൊളിക്കുന്നു, ഇടുന്നു. മഹദിയെ കൂടെ കണ്ടോ? അങ്ങനെ കൊള്ളത്തില്ലല്ലോ. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അമ്പലത്തിലൊക്കെ പോയ രാവിലെ ഇല്ലേ, കുറിയൊക്കെ തൊട്ടേക്കുന്നു. മുട്ട ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അവിടത്ത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. മുട്ട ഇട്ടുകൊണ്ട് ഇരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. ദേ ആച്ചി പൊന്ന്, പിന്നെ ഷിഫാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കോയമ്പത്തൂരുള്ള ഒരു ഇത്തമുണ്ടേ. നമ്മളെ ഭയങ്കര കാര്യമാണ്. എല്ലാവരും അത് തന്നെ, ഓരോരുത്തരും. ഉമ്മയുടെ പൊന്നുമോനെ ഏതാ ഹൽക്കല്ലേ ഇഷ്ടം? ഹൽക്കിൻ്റെ പച്ചയല്ലേ ഇഷ്ടം? മീ പച്ച പോലെ. റെഡ് വേണമെങ്കിൽ മീ വേറെ റെഡ് തരാം. അത് മമ്മയുടെ അല്ല, അത് സുലുവിൻ്റെയാണ്. അപ്പോൾ അങ്ങനല്ല. ആ ഷിഫാൻ എന്ന് പറഞ്ഞ ഇത്ത. പിന്നെ ഒത്തിരി പേര് എൻ്റെ മോനും ഇന്നൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സനൂപ ഹായ്. അയ്യടാ. അപ്പൊ കഴിച്ചോ, ഉമ്മി പാലും കൂടെ തരാവേ. എങ്ങനെയുണ്ട് ചപ്പാത്തി മുട്ട റോസ്റ്റും എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടോ? സനിക്കുട്ടനോ ഇഷ്ടപ്പെട്ടോ? ഉമ്മി ഉണ്ടാക്കിയതാ ഈ ചപ്പാത്തി, കടയിൽ നിന്ന് മേടിച്ചൊന്നുമല്ല. സിയമോൾ എണീറ്റിട്ടില്ല. ഇനി അവൾ എഴുന്നേറ്റിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മണി കണ്ടോ? എൻ്റെ മടച്ചവനെ ചിരിക്കാതെ എന്ത് ചെയ്യും കണ്ട. രാവന്മാരവിടെ വാട്ടർ ബലൂൺ പൊട്ടിക്കാൻ പോവുക കണ്ടു. പാപ്പാപ്പ ഇന്നലെ നിറയെ ഇത് ബാക്കിയെല്ലാം പൊട്ടിച്ചോടോ നിങ്ങൾ? ഉമ്മയുടെ ദേഹത്ത് അറിയല്ലേ? എൻ്റെ പൊന്നല്ലേ, ഉമ്മയുടെ ദേഹത്ത് അറിയല്ലേ? വാട്ടർ ബലൂൺ പൊട്ടിക്കാൻ
ആളുകളുടെ ദേഹത്തെറിയരുത്, റോഡിലെറിയരുത്. ആ അല്ലോ ഉണ്ടോ എന്തേ ഒന്ന് കാണിച്ചേ ആ വാട്ടർ ബലൂൺ ഇന്നലെ. ഓ ഓ ഇന്നലെ വാപ്പാപ്പ ഒരു ബക്കറ്റ് നിറച്ച് കുത്തിയിരുന്നും ബലൂൺ നിറച്ച് വെള്ളം നിറച്ച് വെച്ചതാ കണ്ടോ. പിള്ളേര് സംഘത്തിന്റെ ബഹളങ്ങളാണ് പുറത്ത് കേൾക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നല്ല ചൂട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ മുട്ട റോസ്റ്റ്, പിന്നെ കുറച്ച് ബീഫ് ഇരുന്നത് ഉലർത്തിയത് അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പം കുഞ്ഞപ്പൻ അവൻ്റെ പപ്പാച്ചിയെ താലോലിക്കുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ സുലുക്കുട്ടന് പോയി ഡ്രസ്സ് ഒരു ബനിയനോ ഒന്നും എടുത്തിട്ട് ആ സമയം കിട്ടില്ല. അതുകൊണ്ട് ആരും ഡ്രസ്സ് ഇടാൻ എന്താന്ന് ചോദിക്കല്ലേ. പപ്പാടെ പൊന്നു മോനെ, എന്റെ പൊന്നെ എന്റെ പൊന്നെ, അത് കേക്കാൻ തന്നെ എത്ര അഴകടി. വലിയ മോനെ നീ ഒന്ന് പറഞ്ഞു അതൊന്ന് പറഞ്ഞു. പപ്പാടെ ആരൊക്കെയായിരുന്നു അത് പറഞ്ഞു. പപ്പാടെ ആരാ പോകുന്നത്? പപ്പാടെ പല്ലിമൊട്ടയോ? പപ്പാടെ ഇങ്ങനെ കളിപ്പിക്കത്തില്ല. പപ്പാടെ ചക്കരയല്ലേ എങ്ങനെ പറയുന്നത്? എന്റെ മോനാ എന്റെ സുലുക്കുട്ടന്. ഞാൻ പ്രസവിച്ച് അല്ല, ഇങ്ങോട്ടൊന്ന് നോക്കിക്കോ ഒരു മിനിറ്റ്. നിന്റെ മമ്മ നിന്നെ പ്രസവിച്ചില്ലേ? അതുപോലെ എന്റെ മോനായി ഇരിക്കുന്ന എന്റെ പൊന്ന്. ആരുടെ മോനാ? പപ്പാടെ പൊന്നു മോനാണോ? ഒന്ന് ആ പാട്ടെന്നാ ഒന്ന് പാടിക്കേ. പപ്പാടെ പൊന്നു മോനെ. ആ പിന്നെ അപ്പൊ എന്റെ മോനാ, എന്റെ സുലുക്കു, എന്റെ ചക്കര മോനാ, എന്റെ പൊന്നുമോനെ. ആ എന്റെ പൊന്നുമോനാ, എന്റെ സുലുക്കുട്ടനാ. എന്റെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ അന്ന് ആ പാട്ട് പാടിക്കേ. ആ ആ ഓ അല്ല എന്റെ പൊന്നെ, പപ്പാടെ കൂട്ടുകാരനാണോ ഇത്? പപ്പാടെ മമ്മാടെ എന്റെ സുരുക്കുട്ടോ, എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനാ. ഉമ്മയുടെ മോനല്ലേ ഇത്? എന്റെ പൊന്നുമോനെ, അവിടുത്തെ വെള്ളത്തിന്റെ ആന്നോടാ നിന്റെ തലയിലും മുടി. എന്റെ മോനാ, എന്റെ മോനെ, എന്റെ ചക്കര മോനെ, എന്റെ ഉമ്മീടെ പൊന്നുമോനെ. അരീരാരോ ഉമ്മീടെ പൊന്നാര മോനെ, രാരീരാരോ ഉമ്മീടെ ചക്കര സുലുക്കുട്ട രാരീരാരോ. എടീ മുഖം പറഞ്ഞു. ആ എന്റെ മോനെ. എടാ നിന്റെയാ എന്റെ? ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ഉമ്മീടെ പൊന്നു മോനെ സുലുക്കുട്ടാ വാവോ. ഉമ്മീടെ ചക്കര മോനെ, എന്റെ ചക്കര മോനെ, എന്റെ സുലുക്കുട്ടോ, എന്റെ പഞ്ചാരേ, എന്റെ പൊന്ന. കളിക്കൂട്ടുകാരനല്ലേ എന്നായിരിക്കും.
എൻ്റെ ചെറുക്കൻ്റെ തലമുടി മൊത്തം പറിച്ച്. കണ്ണുമുട്ടി ഒരു പാട്ട് പാടുന്നുണ്ട് പപ്പായിക്ക്, ഒരു ഇംഗ്ലീഷ് പാട്ട്. എടാ നീ ഇവനില്ലാതെ എങ്ങനെ, അതല്ലേ രാത്രി പോലും അവനില്ലാതെ അവന് പറ്റത്തില്ല. ഒരു മലയാള സിനിമ ഒരു കഥ പറഞ്ഞു കൊടുത്തേ പണ്ട് പണ്ടേ. പപ്പോട് പപ്പകട പറഞ്ഞു പപ്പകട പറഞ്ഞു. സിംഹപ്പുലി ഉണ്ടായിരുന്നു. സിംഹപ്പുലി ഒരു ദിവസം എന്റെ പൊന്നെ അള്ളാഹുവേ, ഇതൊക്കെ നഷ്ടപ്പെടില്ലയോ എന്ന് ആലോചിച്ച് റബ്ബേ. പണ്ടത്തെ കാലത്തെ തന്തമാര് ഗൾഫിലൊക്കെ ആവുമ്പോഴേ ഓടി വന്നിട്ട് ആ പുലിയുടെ മുകളിൽ കയറി. അപ്പൊ എന്റെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും, കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സുലുക്കുട്ടൻ, എൻ്റെ മോൻ, എൻ്റെ പൊന്നാര, ഉമ്മീടെ പൊന്നു മോനെ രാരീരാരോ, ഉമ്മീടെ ചക്കര മോനെ സുലുക്കുട്ടൻ വാവാവോ, ഉമ്മീടെ പൈങ്കിളി മോനെ എൻ്റെ സുലുക്കുട്ടനാ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 54 ദിവസത്തെ ജീവിതത്തിന് ശേഷം പപ്പ പോയിട്ട് മോന് 1.25 വയസ്സാവുമ്പോഴാണ് നാട്ടിൽ ആദ്യമായിട്ട് വരുന്നത്. അധികം വന്ന് തിന്നുന്ന കപ്പ. ഇവന് ഈ ആറ്റുമീനാണ് ഇഷ്ടം, ചെമ്പല്ലി, ഇവിടെ കൈതക്കോര, കല്ലേമുട്ടി എന്ന് പറയത്തില്ലേ, അതായത് കല്ലേമുട്ടി. ഇതൊക്കെ കൊതി കൊണ്ട് വന്ന് ചാടുക്ക്. വരാല്, നല്ല മുട്ട വരാല് കിട്ടിയായിരുന്നുണ്ട്. വരാല് കറിയ്, കപ്പ കുഴച്ചത്, ചോറ്, ചീരത്തോരന്, അച്ചാറ്, പിന്നെ തൈര്. നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ ഈ ആറ്റുമീനൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പോകുമ്പോഴും ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഇങ്ങനെ തന്നെ ആക്കിയത്. ഇന്ന് ചിക്കനും ബീഫും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇതുണ്ടാക്കിയത്. പപ്പ 2 വട്ടം വന്ന് ചോദിച്ചില്ലേ ചിക്കൻ മേടിക്കട്ടെ. ഓ എന്തുവനെ? ആ വരുന്നു. നോക്കട്ടെ, ഞാൻ വരുവോ അയ്യക്കോ. കഴിച്ചോണ്ട് പോട്ടുണ്ടല്ലോ സാധനങ്ങൾ. ചോറ് കഴിക്കും. മീൻ, ആ അത് ശരി. അപ്പം മക്കള് ചോറൊക്കെ കഴിച്ചിട്ട് ഉമ്മയെ കാണാൻ പോകണം. എൻ്റെ ആങ്ങളമാർ, അനിയത്തിമാർ, ഇവരുടെ എല്ലാം വീടുകളിൽ പോകണം. പിന്നെ പപ്പാട, പെങ്ങള്, ചേട്ടന്മാർ, അങ്ങനെ ബന്ധങ്ങൾ എല്ലാം നിലനിൽക്കണമല്ലോ. അവർ വരുമ്പോഴെല്ലാം എല്ലാവരുടെ അടുക്കലും പോയിട്ട് തിരിച്ചു പോകുള്ളൂ. പോയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വിടും. സുലുക്കുട്ടാ എടി ഉക്കമ്മേ, ശാലിക്കുട്ടാ വേണ്ടത് വേസ്റ്റ് പാത്രം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. പപ്പ 2 വട്ടം വന്ന് ചോദിച്ചടേ ചിക്കൻ മേടിക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ ചിക്കനും കൂടെ കൊണ്ടുവന്നാൽ ശരിയാവത്തില്ല മക്കളെ. അതും അധികം കിടക്കും, ഇതും കിടക്കും. കണ്ടോടാ, അപ്പം നമ്മളൊക്കെ വഴി കിടക്കുന്നവരോ? എനിക്ക് വയ്യ. പപ്പാക്ക് വേറെ കസേര പണിയാൻ വേണ്ടി നമ്മുടെ ഉമ്മക്കുട്ടിയുടെ മോൻ വന്നിട്ടുണ്ട്. ഉമ്മക്കുട്ടിയെ കൊണ്ടുപോകാൻ ഇവിടെ മത്സര. തമ്മി മോനെ, ആ ജനലേ ചെന്നിടിക്കല്ലേ. അതാണോ ഫോൺ? കവറും ഉണ്ടല്ലേ. ഇഷ്ടപ്പെട്ടോ? ഞാൻ മിനിയാന്ന് രാത്രിയിലും വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. പക്ഷെ ഉമയ്ക്ക് ഇതിൻ്റെ പ്രവർത്തിപ്പിക്കാനൊന്നും അറിയില്ല. മനസ്സിലായോ? ഇത്തരം ഫോണേ. ആ
എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഉമ്മയുടെ ഫോൺ കണ്ടിട്ടേ, അയ്യോ താ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തൂടെ. ഞാൻ പറഞ്ഞു എവിടെ പോവാടാ? ഉമ്മച്ചായ കാണാൻ പോകുന്നു. നമ്മുടെ കുഞ്ഞാപ്പി എങ്ങോട്ട് നീക്കി? നമ്മുടെ കുഞ്ഞാപ്പി, നമ്മുടെ കുഞ്ഞാപ്പി എവിടെ പോവാടി നീ? ഉമ്മച്ചായ കാണാൻ പോവാണോടി കുഞ്ഞാപ്പി? നമ്മുടെ പൊന്ന് ആണോ? ചുണ്ടെല്ലാം പൊട്ടി. എൻ്റെ പൊന്നിൻ്റെ ചുണ്ട് നോക്കട്ടെ. ഇത് കണ്ടോ, വീണതാ, കട്ടിലേന്ന് എടുത്ത് ചാടി, മൂക്കും മുഖവും എല്ലാം ഒന്നായിപ്പോയി. എൻ്റെ സിമ്പിളനെ ഒരുക്കുക. ഗോപാലനെ ഉരക്കോ വണ്ടി എടുക്കാൻ പോവുക. മോനെ ആ മൂലക്ക് ചെന്ന് ഇടിക്കരുത് കേട്ടോ. ആ മൂലക്ക് ചെന്ന് ഇടിക്കരുത് നിങ്ങൾ. അതെന്തുവാടാ ചീട്ടോ? കൊള്ളാലോ. ഓ കണ്ട് ഞങ്ങള്. സിയാ, അത് ഈ ചാരല്ലേ പൊന്നെ? അത് ഉണങ്ങിയിട്ടില്ല ശരിക്ക്. ഉണങ്ങിയോ? ഓക്കെ. ആ ഊഞ്ഞാലിന് 3 പേരും കൂടെ അടിയോടടിയാ. പിന്നെ 2 പേരെ ഒന്നിലിരുത്തും, ഒരാളെ ഒരെണ്ണത്തിൻ്റെ അകത്തിരുത്തും. അല്ലാതെ എന്ത് ചെയ്യും? ആ കുഞ്ഞവൻ ഇറങ്ങിയാൽ പിന്നെ ഉഗ്രനടിയായിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വീടൊന്ന് ഉണർന്നു. മോളെ കവറുകൾ വേണ്ട, എല്ലാം എടുത്തോ. ഇടിക്കും കാലിഞ്ഞോട്ട് വാ. അയ്യാരിയൊക്കെ എങ്ങനെയുണ്ട്? മുട്ട എങ്ങനെയുണ്ട് ഇപ്പം? അമ്മണിച്ചേയ് നിങ്ങളെ കാണാൻ ഓടി വന്നതാ. സുലുവിന് 2 മക്കളല്ലേ? അതേണ്ട ഇതും ആച്ചിപ്പനും 2 ആൺപിള്ളേര്. ശാലുവിന് 1 മോനും 1 മോളും. അമ്മണിച്ചേയ് അമേരിക്കയിലായിരുന്നു, വന്നതാടി. ഇപ്പൊ ഇവര് അവര് ഉമ്മച്ചായെ കാണാനും അതുപോലെ തന്നെ എൻ്റെ ആങ്ങളമാർ, അവരുടെ മാമ, ഒരുത്തിയുടെ കൊച്ചാപ്പമാരും ഒരുത്തിയുടെ മാമാമാരും ഇല്ലേ, അവിടെയൊക്കെ പോകാനായിട്ട് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് 2 വീടിനപ്പുറത്ത്, റോഡിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന അമ്മണിച്ചേയ്, അവർ അമേരിക്കയിലായിരുന്നു, മക്കളുടെ അടുക്കലായിരുന്നു. ഇപ്പോൾ വന്നതാണേ. നിങ്ങളുടെ സ്വന്തം അനിയണ്ണൻ. എൻ്റെ കുഞ്ഞപ്പ ആ പെൻസിൽ കളഞ്ഞേച്ച് വന്നേ. പെൻസിൽ ഇങ്ങ് അമ്മയിടത്താ. അയ്യോ താഴെ പോയി. ഇനി എല്ലാവരും ഇറങ്ങിക്കോ. ആ കഷ്ടം അമ്മണിച്ചേയ്, നിങ്ങൾ വന്നെന്ന് അറിഞ്ഞിട്ട് നിങ്ങളെ കാണാൻ വന്നേടാ. ഇവരങ്ങോട്ട് വന്നേനെയല്ലോ അമ്മണിച്ചേയ്. കഷ്ടം. എങ്ങും പോയില്ല അമ്മണിച്ചേയ്. വന്നെങ്കിലും ഇന്നലെ തോരാ മഴയല്ലായിരുന്നു. ഉമ്മച്ചതേ ഇപ്പൊ വിളിച്ചു എന്താ കാണാത്തേന്നും പറഞ്ഞിട്ട്. ഉമ്മാക്ക് കണ്ടോളാഞ്ഞു വയ്യ. ചൂട് കുറവാ മോനെ കേട്ടോ. റുക്കമ്മേ ചൂട് കുറവാ, അവൻ കുടിച്ചോളൂല്ലോ, കുഴപ്പമില്ലല്ലോ. വേണ്ട പെൻസിൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പെൻസില് എന്തിനാ അത്? അവൻ കണ്ണിലെങ്ങാനും കുത്തു കൊടുക്കും, എനിക്ക് പേടിയാ.
സുലിക്കുട്ട നന്നായിട്ട് ചേരുന്നടാ സുലിക്കുട്ട ഷർട്ട്, അടിപൊളി. പോയേച്ചു വാ, പോയേച്ചു. എനിക്ക് സമയമില്ല, എനിക്ക് ഒത്തിരി ഇതിങ്ങനെ തിരിച്ചിട്, അത് നരച്ച പോലെ കിടക്കുന്നു. BBA കഴിഞ്ഞ് നമ്മൾ ചെയ്യും ഇപ്പൊ. പോയച്ചു വാ. എന്നെയും വിളിച്ചു, പക്ഷെ എനിക്ക് പോകാൻ സമയമില്ല. വീഡിയോ എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല. ഇന്നിടണ്ട, ഇന്ന് ഞാൻ വരണ്ടെന്ന് പറയാം. പിള്ളേരില്ലല്ലോ. ഇന്നലെ കറിയൊക്കെ അതുപോലെ ഇരിക്കും. പിന്നെ ഇവര് ഉമ്മായെ കാണാൻ പോകണം, മാമാമാരുടെ അടുക്ക എല്ലാവരുടെയൊക്കെയും പോകണം. എല്ലാം ഒന്ന് കണ്ടു കേട്ടേച്ച് വരട്ടെ. കാരണം ദിവസം ഇനി അധികം ഇല്ലല്ലോ. ഇനി എങ്ങോട്ടെങ്കിലും ഒക്കെ തിരിഞ്ഞാൽ പിന്നെ ഉടനെ പോകാൻ പറ്റത്തില്ലല്ലോ. പോയിട്ട് വാ. ഗ്ലാസ് ഓക്കേടാ, പോയിട്ട് എവിടായിരുന്നടാ നിങ്ങള്? കുഞ്ഞാപ്പി എത്തിയോ? അങ്കിള് വന്നു. എന്താ വന്നടാ? എല്ലാരും ഉറങ്ങിയോ? ഞാൻ പറഞ്ഞു ഇത് അവിടെ നടുക്കൂന്ന് മാറ്റി ഇവിടെ ഇട്ട് ഉറങ്ങി. ഇറക്ക് അവനെ, ഇറക്ക്, അതൊക്കെ ഇറങ്ങ. എന്റെ പൊന്നുമക്കളെ, 2 മഹതികളെന്താ താർന്ന് എവിടെ ചുള്ളപ്പുറം അവിടെയൊക്കെ പോയോ? ഉമ്മച്ച അടുക്കലൊക്കെ കയറിയോ? ഉമ്മച്ച എന്ത് പറഞ്ഞു? ഉമ്മച്ച സന്തോഷമായിരുന്നു. ആണോ? അല്ല എന്നോട് പറഞ്ഞു നീക്കും വരാൻ വയ്യായിരുന്നു. ആണ്ടാ ദേ അടികൂടല്ലേ എന്റെ പൊന്നുമക്കൾ. ഇതുകൊണ്ടേ അതിലൊന്ന് ഇതൊന്ന് എന്റെ കേട്ടോ, പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോ അത് വേണ്ട, പഴയത് വേണ്ട, ആർക്കും അത് വേണ്ട. ഇനി അടി ഇതിനായിരിക്കും. അവന്റെ ഗേറ്റ് തുറക്കണ്ടേ? തുറന്നു. എന്റെ പൊന്നുമോൻ ഇതി കിടന്ന് ഉറങ്ങുമായിരുന്നു ആച്ചി. സത്യവാ, എന്റെ ആച്ചിപ്പൊന്ന് ഇതിൽ ഉറങ്ങും. ഉമ്മി എടുത്തോണ്ട് കിടത്തും. സത്യവാ. എന്നാലും ഉറക്കം വന്നാലും മാറത്തില്ല, ഇതിൽ തന്നെ ഇരിക്കും, കിടക്കും, വന്നിട്ടോ ഉറങ്ങും. അപ്പോൾ ഇന്ന് ഉമ്മയുടെയും പപ്പായുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഉമ്മയും പപ്പായും അറിയാതെ ഞങ്ങളൊരു കേക്ക് ഓർഡർ ചെയ്ത്. അപ്പോൾ അതാണ് ഇത്. സൂപ്പറായിട്ടുണ്ട്. വേണ്ട ഷിയാസ് ഖാൻ, റയീസ് ഖാനെ അങ്ങനെ നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടിട്ടില്ല അല്ലേ? എൻ്റെ ആങ്ങളമാരാണേ. എടാ സുലു, അപ്പതാ മക്കള് ഞങ്ങൾ അറിയാതെ ഒരു അതെ സർപ്രൈസ്. സാധാരണ ഞങ്ങളുടെ മിക്ക വെഡിങ് ആനിവേഴ്സറിക്കും എൻ്റെ അനുജത്തി സുബിയാണ് ഒന്നുകിൽ കേക്ക്, അല്ലെങ്കിൽ ചെരുപ്പ്, ഡ്രസ്സ്, ബെഡ്ഷീറ്റ്, അങ്ങനെ പല ഗിഫ്റ്റുകളുമായിട്ടാണ് അവള് വരുന്നത്. ഇച്ചിരി കൂടെ അങ്ങോട്ട് നീങ്ങിക്കും മോളെ കിട്ടത്തില്ലടി. ഇച്ചിരി അങ്ങോട്ട് നീങ്ങി വിച്ചാത്തി. ഇതൊക്കെയാണ് നമ്മളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. സാധാരണക്കാരൻ്റെ സന്തോഷങ്ങളാണ്. ചെറിയ സന്തോഷങ്ങളാണെങ്കിലും അത് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. സംഭാഷണം ചെയ്തിട്ടല്ലേ മ്യൂസിക് ചെയ്താവുള്ളു. ഇല്ല ആടിനെ ഇറക്കുന്നു എന്നുള്ളത് കിട്ടും. കൈയൊക്കെ കഴിയോ? കഴിച്ചിട്ട് കഴിയും. ചേച്ചി നിങ്ങൾ എല്ലാരും വാപ്പാപ്പാടെ ഉമ്മയുടെ വായി വെച്ചോടും. പിള്ളേർ ചിരിച്ചു കാലം ഇച്ചിരി അങ്ങോട്ട് നീങ്ങിക്കും. ക്രീം തോന്നണ്ട.
കേക്ക് എങ്ങനെയുണ്ട്? എന്റെ പൊന്നു കുഞ്ഞു കുഞ്ഞു ഏമി സൂപ്പർ സൂപ്പർ. കേക്ക് എങ്ങനെയുണ്ട്? വേറെ ആരുമില്ല, തസ്നി മാമിയാണ് കേക്കാണിത്. യെസ്, ഡെക്കറേഷൻ അടിപൊളിയായിട്ട് ഞങ്ങൾ കേക്ക് കഴിച്ചു. അയ്യോ ഇത് പറയണ എന്റെ തസ്നി ഉണ്ടാക്കിയത്, എന്റെ നാത്തൂൻ ഉണ്ടാക്കിയ കേക്ക് ഇത് സൂപ്പർ. സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. മോളെ ഇനി ആരെങ്കിലും എന്റെ സുരുകൂട്ടിന് വന്നു. നല്ല കേക്ക് കേട്ടോ. ഒരു സ്പെഷ്യൽ താങ്ക്സ് എന്റെ നാത്തൂൻ എന്റെ ഷിയാസിന്റെ വൈഫ് ഉണ്ടാക്കിയ കേക്കാണ്. വിളിച്ചോണ്ടിരിക്കുന്നു. കൊടുക്ക്, ബുദ്ധിനെ പോലെ ഇരിക്കാതെ കൊടുക്ക്. പൊടിയിലൊന്ന് പിടിച്ചടാ. കൊടുത്തയാപ്പാ ശാലു കേറി അങ്ങോട്ട്. അങ്കിള് തരുന്നേ. നമ്മളെ പിച്ചാത്തി മാറ്റി വെക്ക്. പിച്ചാത്തി മാറ്റി വെക്കും. നട്ട്സ് ഇട്ടിട്ടുണ്ട്. സൂപ്പർ കേക്കാണ്. ഞങ്ങളുടെ കല്യാണത്തിന് ഇത്ര ഇല്ല, 6 മാസം. 6 10 മാസത്തെ മുറിച്ച് മുറിച്ച് ഉമ്മി ഉമ്മി ഞാൻ അടിപൊളി. ഉമ്മി പറഞ്ഞ ലൈവായിട്ട് എന്റെ പൊടിമണി കൊടുത്തു സൂപ്പർ കേട്ടോ, സൂപ്പർ നല്ല കേക്ക്. സൂപ്പർ കേക്കായിരുന്നു കേട്ടോ സ്മിത. സൂപ്പർ ആയിരുന്നു. ഞങ്ങള് വിളിച്ചു പറഞ്ഞു. അവനും അതിന്റെ നേരെ 9 മക്കളാണ്. എല്ലാവരുടെ 9-ാമനും 7-ാമനും അല്ലേ? എണ്ണത്തിൽ 7. 8, 9 കറക്റ്റ്. കാറിന്റെ ബാറ്ററിയും ചാർജറിയും ഇതില് ഞാൻ ഈ സൈഡിൽ നിന്ന് കാണത്തില്ലല്ലോ. ഏയ് ആ കൊടുത്തോ. ഞങ്ങൾ 6 ആണും 3 പെണ്ണുമാണ്. അതിൽ ഏറ്റവും മൂത്ത എൻ്റെ ഇക്കയാണ് മരിച്ചു പോയത്, റുക്കുവിൻ്റെ വാപ്പിച്ച. ബാക്കി 5 ആണുങ്ങളും ഉണ്ട്, ഞങ്ങൾ 3 പെണ്ണുങ്ങളും ഉണ്ട്. അങ്കിൾ അവിടെ ഇരുന്നങ്ങ് തച്ചിന് കഴിക്കുക. അങ്കിള് ആ യോ തച്ചിന് ആണോ? ആ കേക്ക ഇത് വാൻസ്ട്രോ. അപ്പോൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നേരെ ഇളയവനാണ്, നിസാർ എന്നാ പേര്. അവനും ഭാര്യയും കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വൈഫിന് വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല. നിന്റെ വീഡിയോ ഇടുന്നോണ്ട് കുഴപ്പമുണ്ടോ? യാസീനെ അവനും ഒരു കേക്കൊക്കെ കൊണ്ട് തന്നിട്ടാണ് പോയത്. അവൻ്റെ വൈഫിന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവരുടെ ഒന്നും വീഡിയോ ഇടാത്തത്. ബ്രൗണി നമ്മുടെ റുക്കു ഉണ്ടാക്കും ബ്രൗണിയൊക്കെ അടിപൊളിയായിട്ട്. ചെല്ലക്കിളികൾ നടന്നു വരുന്നു. ചെല്ലമേ ചെല്ലമേ വരൂ ചെല്ലമേ. ആച്ചിപ്പന്നേ മറ്റവരെ. അപ്പം നമ്മുടെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് വരെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് കാണും, അതുകൊണ്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോളൂ. മദർശിനി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എൻ്റെ മക്കൾക്ക് 2 പേർക്കും കാണണ്ടെന്ന് പറഞ്ഞു. ഇവിടെ മക്കളെ 2 എൻ്റെ ആങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഇരിക്കത്തില്ല. അപ്പോൾ അവർക്ക് അങ്കിളിൻ്റെ വീട്ടിൽ പിസായുടെ ഒപ്പി കളിച്ചാൽ മതി. അങ്ങനെ അവരെ അവിടെ കൊണ്ടുപോയി പറഞ്ഞോടാ.
അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണോ എങ്ങനെയാണോ അത് അതേപോലെയാണ് നമ്മൾ വീഡിയോയിലും അതുപോലെയാണ് കാണിക്കുന്നത്. അല്ലാതെ നമുക്ക് യാതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള യാതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തിരിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.